Hi everyone, welcome to my classroom Structural Analysis 2. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Module 3, Moment Distribution Method. Today's topic, Analysis of Frames. Moment Distribution Method, Analysis of Frames. അനാലിസിസ് ഓഫ് ഫ്രെയിംസിൽ നമ്മൾ നോൺ സ്വേ അനാലിസിസ് ആണ് കൂടുതലായിട്ടും ഇപ്പോൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തത് ന്യൂമറിക്കൽസ്. ഇനി സ്വേ അനാലിസിസിലേക്ക് പോകുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കതൊന്ന് നോക്കിയിട്ട് ന്യൂമറിക്കൽസ് ചെയ്യാം. സ്വേ അനാലിസിസ് വരുമ്പോൾ ഫോർ സ്വേ അനാലിസിസ് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഫ്രെയിം എടുത്തു, അത് പോർട്രേറ്റ് ഫ്രെയിം ആണെങ്കിലും അല്ലാത്ത ഫ്രെയിം ആണെങ്കിലും നമ്മൾ എടുത്തു. നമുക്ക് സ്വേ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷൻസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇക്വിലിബ്രിയം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്വേ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വേ അനാലിസിസിലേക്കൂടെ മൂവ് ചെയ്യണം. അതായത് സെയിം ന്യൂമറിക്കൽ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് സ്വേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വേ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ സ്വേ അനാലിസിസും കൂടെ നടത്തണം. എന്നിട്ട് നമുക്ക് കറക്ഷൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഫൈനൽ മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് അതൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പൊ സപ്പോസ് സ്വേ വരുന്ന ഫ്രെയിംസ് നിങ്ങൾക്കറിയാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതായത് പ്രോപ്പർട്ടി, ജോമെട്രി, ലോഡിങ്, സപ്പോർട്ട്സ്, ഇതെല്ലാം അൺസിമെട്രിക്കൽ കേസ് വരാൻ, ഏതെങ്കിലും ഒരെണ്ണം അൺസിമെട്രിക്കൽ കേസ് വരുമ്പം വരാം. ഓക്കെ, സപ്പോസ് എ ബി സി ഡി ഒരു പോർട്ടൽ ഫ്രെയിം ആണ്. I1 I2 L1 L2. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് സ്വേ അനാലിസിസ് ആണിതിന്. സ്വേ അനാലിസിസ് ചെയ്തേ പറ്റുള്ളൂ. ഇനി നമുക്ക് ഒരു ലോഡ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒരു ക്യൂ എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ അറ്റ് ദ ലെവൽ ഓഫ് ബീമാണ്. അതായത് ക്യൂ എന്ന് പറയുന്ന സ്വേ ഫോഴ്സ് നമ്മുടെ ലെവൽ ഓഫ് ബീമാണ്. ഇതിനെ നമ്മൾ പ്യുവർ സ്വേ എന്നാണ് പറയുന്നത്. അതായത് അറ്റ് ദ ലെവൽ ഓഫ് ബീമിന് വരുന്ന തന്നെ, അതായത് അങ്ങനെ വരുന്ന ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുമ്പോൾ നമ്മൾ ഇതിനെ പ്യുവർ സ്വേ കണ്ടീഷൻ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്യുവർ സ്വേ ഫ്രെയിം ആണ് വരുന്നത്. പ്യുവർ സ്വേ ഫ്രെയിം ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ കറക്റ്റ് ഈ ഒരു ബിയിൽ തന്നെ വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് സ്വേ അനാലിസിസിലേക്ക് പോകുമ്പം എങ്ങനെയാണ് നമ്മൾ സ്വേ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്തതിന് ശേഷം അനാലിസിസ് നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കേസ് 1 നമുക്ക് എന്താ, വെൻ ബോത്ത് എൻഡ്സ് ഓഫ് ദ ഫ്രെയിം ആർ ഫിക്സ്ഡ്. ഇപ്പൊ ഈ വരച്ച ഒരു ഫിഗർ എന്ന് പറയുമ്പം രണ്ട് എൻഡും ഫിക്സഡ് കേസ്, അങ്ങനെ ഒരു കേസ് വരുന്നിടത്ത് സ്വേ അനാലിസിസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു, അതായത് ക്യൂ എന്ന് പറയുന്ന സ്വേ ഫോഴ്സ് എക്സിസ്റ്റ്, ആക്ച്വൽ സ്വേ ക്യൂ ആണ്, അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കേസിൽ നമ്മൾ സ്വേ അനാലിസിസ് നടത്തുവാണ്. സോ നമ്മുടെ എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും കോളം, അത് സ്വേ ആവാവുന്നത് ഫിക്സഡ് കേസ് വരുമ്പം ഇങ്ങനെയാണ് സ്വേ ആവുന്നത്. ആൻഡ് ദിസ് ഇസ് ഡെൽറ്റ. ഓക്കെ, ഇങ്ങനെയാണ് സ്വേ വരുന്നത് എ. ഓക്കെ, കാരണം നമ്മുടെ ഈ ഫ്രെയിം ശ്രദ്ധിച്ച എ ബി, ഈ ഒരു ഫ്രെയിമില് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഡൗൺ ആണ്. സോ ആന്റി ക്ലോക്ക് വൈസ് ആണ് നമുക്ക് വരുന്നത്. ഇങ്ങനെ ഒരു കേസ് വരുമ്പം ബിന്റെ ഫാർ എൻഡ് എ, അപ്പൊ നമുക്ക് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം എം ബാർ എ ബി എന്താ, എം ബാർ എ ബി എന്ന് പറയുന്നത് മൈനസ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണല്ലോ. സപ്പോസ് ഈ ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ദിസ് ഇസ് എ ബി, ഇതിനെ തന്നെ ഞാൻ തിരിച്ചു വരച്ചതാണ്. നമുക്ക് ഇങ്ങനെയാ വന്നപ്പോ എന്താ, ദിസ് ഈസ് ലെഫ്റ്റ് ഹയറിലും റൈറ്റ് ഡൗണും ആണെങ്കിൽ എന്താ, ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. മൈനസ് ഇക്വേഷൻ എന്താ, 6CI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. എം ബാർ ബി എയും എന്താണ്, മൈനസ് 6CI, കാരണം ഇവിടെയും ആന്റി ക്ലോക്ക് വൈസ് ആണ്, EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഇനി നമ്മുടെ എന്താ, സി ഡി എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ. ഓക്കെ, എം ബാർ സി ഡി എന്താ, ഇറ്റ് ഈസ് ഓൾസോ മൈനസ് സി ഡി. ദിസ് ഈസ് ഡെൽറ്റ. ഓക്കെ, 6EI ഡെൽറ്റ ബൈ, ഇവിടെ എൽ എന്താ, L1 വരും, ഹിയർ L2 സ്ക്വയർ. എം ബാർ ഡി സി എന്താ, മൈനസ് 6EI ഡെൽറ്റ ബൈ L2 സ്ക്വയർ. ഓക്കെ, രണ്ടെൻഡും ഫിക്സ്ഡ് ആവുന്ന കേസിൽ. ഇനി രണ്ടെൻഡും ഹിഞ്ച്ഡ് ആണെങ്കിലോ,
ഫിഗർ ഇങ്ങനെ വരുക. രണ്ടെൻഡും ഹിഞ്ച്ഡ് കേസ്. സി ഡി L2 L1 I1 I2. ഓക്കെ ഓക്കെ ആണെങ്കിൽ എന്താ നമ്മുടെ കോളം ഇങ്ങനെയാണ് പോകുന്നത്. സോ എം ബാർ എ ബി, ദിസ് ഇസ് കേസ് 2 ആണ്. കേസ് 2 ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. ഈ ഒരു കേസിൽ എം ബാർ എ ബി എന്താ? -6CI 1 ഡെൽറ്റ ബൈ L1 സ്ക്വയർ. അത് തന്നെ ആയിരിക്കും എം ബാർ ബി എ. എം ബാർ സി ഡി -6CI 1 ഡെൽറ്റ ബൈ L2 സ്ക്വയർ. അത് തന്നെ ആയിരിക്കും എം ബാർ ഡി സി. ഓക്കെ, ഇനി കേസ് 3 പറയുവാണ്. കേസ് 3, one end is hinged, other end fixed. Okay, case 3, other end fixed. ഫിഗർ ഇങ്ങനെ വരാം. ഡി, എ ബി സി ഡി. അതാണേലും നമുക്ക് ഓക്കെ സ്വേ ഫോഴ്സ് ക്യൂ ഹിയർ. ഓക്കെ, ഇങ്ങനെയാണേലും നമുക്ക് എന്താ, ദിസ് ഇസ് ഡെൽറ്റ, ദിസ് ഇസ് ഡെൽറ്റ. എം ബാർ എ ബി equal to m bar BA equal to -6EI1 delta by L1 square. m bar CD എന്താ equal to m bar DC equal to -6EI2 delta by L2 square. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് കേസ് 1, 2, 3. അതായത് ബോത്ത് ആൻഡ് ഫിക്സ്ഡ്, ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ്, വൺ ആൻഡ് ഈസ് ഫിക്സ്ഡ്, വൺ ആൻഡ് ഈസ് ഹിഞ്ച്ഡ്. ഈ കേസിലെല്ലാം നമുക്ക് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് സ്വേ വന്നപ്പോൾ നമുക്ക് ഇനി ഇത് അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് മൊമെന്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഇതിലേക്ക് പോവാം. കേസ് 1. ഓക്കെ, ക്ലിയർ അല്ലേ? കേസ് 1, കേസ് 1ൽ നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ ബി സി ബി സി ഡി ബി സി ഡി. ക്ലിയർ അല്ലേ? യെസ്. കേസ് 1ല് എയും ഡിയും ഫിക്സ്ഡ് ആണ്. ഓക്കെ, നമുക്ക് ബി എ -6EI ഡെൽറ്റ ബൈ L സ്ക്വയർ, ബി സി -6EI ഡെൽറ്റ ബൈ L സ്ക്വയർ. ഇവിടെ എന്താ? -6EI ഡെൽറ്റ ബൈ L സ്ക്വയർ -6EI ഡെൽറ്റ ബൈ L സ്ക്വയർ. രണ്ടെൻഡും ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇനി എയും സെക്കൻഡ് കേസിൽ എയും ഡിയും നമുക്ക് ഹിഞ്ച്ഡ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ -6EI ഡെൽറ്റ ബൈ L1 സ്ക്വയർ -6EI, ഫിക്സ്ഡ് മൊമെന്റ്സ് ആണ്, ഡെൽറ്റ ബൈ L1 സ്ക്വയർ 6EI ഡെൽറ്റ ബൈ L2 സ്ക്വയർ 6EI ഡെൽറ്റ ബൈ L2 സ്ക്വയർ. പക്ഷേ എയും ഡിയും എന്താണ്? ഹിഞ്ച്ഡ് ആണ്. ഹിഞ്ച്ഡില് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. സോ ബെൻഡിങ് മൊമെന്റ് നമുക്ക് ഇല്ല. സോ നമുക്ക് എന്താ ഇതിനെ കൺവേർട്ട് ചെയ്യണം. മൈനസിന് എന്താ? +6EI ഡെൽറ്റ ബൈ L1 സ്ക്വയറും +6EI ഡെൽറ്റ ബൈ L2 ആണ് ഇവിടെ
L2 സ്ക്വയറും ആയിട്ട് ചെയ്യണം. സോ നമുക്ക് എന്ത് വന്നു, ഇനി ഇതിന്റെ ക്യാരി ഓവർ ഇങ്ങോട്ടേക്ക് പോവും. പ്ലസ് 3EI ഡെൽറ്റ ബൈ L1 സ്ക്വയർ, ഇതിന്റെ ക്യാരി ഓവർ ഇപ്പുറത്തേക്ക് പോവും. പ്ലസ് 3EI ഡെൽറ്റ ബൈ L2 സ്ക്വയർ. റിമൈനിങ് എന്താണ്, സമപ്പ് ചെയ്ത് കഴിയുമ്പോൾ 0 മൈനസ് 3EI ഡെൽറ്റ ബൈ L1 സ്ക്വയർ മൈനസ് 3EI ഡെൽറ്റ ബൈ L2 സ്ക്വയർ 0. ക്ലിയർ ആയോ? ഫിക്സഡ് കേസിൽ നമുക്ക് ഇത് തന്നെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്, കാരണം എയിലും ഡിയിലും മൊമെന്റ് ഉണ്ട്. ഹിഞ്ച്ഡ് കേസിൽ നമ്മൾ സ്വേ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് എയും ഡിയും ഹിഞ്ച്ഡ് ആണ്. സോ നമുക്ക് ബെൻഡിങ് മൊമെന്റ് 0 ആക്കണം. സോ നമുക്ക് -3 ഇവിടെ വരും. ഇനി 1 and ഹിഞ്ച്ഡ് 1 and ഫിക്സ്ഡ് കേസിലേക്ക് വരുമ്പോ എന്ത് വരും? നമുക്ക് കിട്ടിയ ഫിക്സഡ് മൊമെന്റ്സ് -6 ഡെൽറ്റ ബൈ L1 സ്ക്വയർ -6 ഡെൽറ്റ ബൈ L1 സ്ക്വയർ -6 ഡെൽറ്റ ബൈ L2 സ്ക്വയർ -6 ഡെൽറ്റ ബൈ L2 സ്ക്വയർ. ഈ എൻഡ് ഹിഞ്ച്ഡ് ആണ്, ഈ എൻഡ് ഫിക്സ്ഡ് ആണ്. ഹിഞ്ച്ഡ് ആവുമ്പോ എന്താ, നമ്മൾ പ്ലസ് 6 ഡെൽറ്റ ബൈ L1 സ്ക്വയർ, അതിന്റെ ക്യാരി ഓവർ ഇങ്ങോട്ട് പോവും. പ്ലസ് 3 ഡെൽറ്റ ബൈ L1 സ്ക്വയർ. ഇവിടെ ഇത് തന്നെയാണ്. സോ 0 മൈനസ് 3 ഡെൽറ്റ ബൈ L1 സ്ക്വയർ 6 ഡെൽറ്റ ബൈ L2 സ്ക്വയർ 6 ഡെൽറ്റ ബൈ L2 സ്ക്വയർ. ഓക്കെ, നമുക്ക് ഇങ്ങനെയായിരിക്കും മൊമെന്റ് കിട്ടുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ സ്വേ ഫോഴ്സിന്റെ അനാലിസിസ് നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് സ്വേ കിട്ടും. സ്വേ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള സ്വേ ഫോഴ്സ്, ആ സ്വേ ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ സ്വേ ഫോഴ്സ് നമ്മൾ S എന്ന് കൊടുത്തു. അത് വെച്ചിട്ട് നമുക്ക് ABCD അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്ഷൻ അപ്ലൈ ചെയ്യത്തുള്ളൂ. ഈ സ്വേ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ദിസ് H1 എന്നും ദിസ് H2 എന്നും കൊടുത്താൽ സ്വേ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് H1 പ്ലസ് H2 ഇക്വേറ്റ് റിസോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്വേ ഫോഴ്സ് കണ്ടുപിടിക്കുക. ആക്ച്വൽ സ്വേ എന്തായിരുന്നു? Q ആയിരുന്നു. നമ്മൾ ആക്ച്വൽ സ്വേ ഇവിടെ കൊടുത്തത് Q ആയിരുന്നു. നമ്മൾ ആ Q കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ N കണ്ടീഷൻസ് വെച്ചിട്ട് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സ്വേ പിന്നെ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോഴ്സസ് റിസോൾവ് ചെയ്യും. അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോസ് സ്വേ ഫോഴ്സ് S ഇതാണ് എങ്കിൽ റിയാക്ഷൻസ് H1 ഉം H2 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വേ ഫോഴ്സ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഈ സ്വേ വെച്ചിട്ടുള്ള ആക്ച്വൽ മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഫോർ ആക്ച്വൽ സ്വേ Q ദ കറസ്പോണ്ടിങ് സ്വേ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ S. ആക്ച്വൽ സ്വേ ആണ് Q, അത് കഴിഞ്ഞിട്ടുള്ളതാണ് S, സ്വേ ഫോഴ്സ് ആണ് S. അത് ഇൻറ്റു ഈ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു മൊമെന്റ് കിട്ടും. ദാറ്റ് മൊമെന്റ്സ് അതിനെ നമ്മൾ കോളം മൊമെന്റ്. ഓക്കെ, കോളത്തിന്റെ N കണ്ടീഷൻസ് ആണ് നമ്മൾ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. സോ കോളം മൊമെന്റ്സ് Q ബൈ S ഇൻറ്റു കോളം മൊമെന്റ്സ്. ഇതൊന്ന് ജസ്റ്റ് ഓർത്തോണ്ടാ മതി. ഇങ്ങനെയാണ് നമ്മൾ കറക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ആക്ച്വൽ സ്വേ ഫോഴ്സ് ആണ് Q, അത് കഴിഞ്ഞിട്ട് നമ്മൾ N മൊമെന്റ്സ് കോളം എൻഡിന്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അനാലിസിസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് സ്വേ ഫോഴ്സ് S നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. സോ ആക്ച്വൽ സ്വേ ഡിവൈഡ് ബൈ സ്വേ ഫോഴ്സ് ഇൻറ്റു കോളം മൊമെന്റ്സ് കഴിയുമ്പോൾ നമുക്ക് കറക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ കറക്ഷൻ അപ്ലൈ ചെയ്തിട്ട് ഫൈനൽ മൊമെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെ എല്ലാത്തിലും നമ്മൾ അപ്ലൈ ചെയ്യും. ഇനി നമ്മൾ ന്യൂമറിക്കൽസ് നോക്കിയിട്ട് എങ്ങനെയാണ് ഓരോ പ്രോബ്ലം ഒന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ?